പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, അവിടെ ഒരു ദൈവ പൈതലിൻ്റെ വിശ്വാസം ആഴപ്പെടുന്നത് എങ്ങനെയാണെന്നതിനെ കുറിച്ചിട്ടാണ് വചനം പറയുന്നത്. വചനം എങ്ങനെയാണ്? എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. അതായത് ഓരോ പ്രതികൂലങ്ങൾ, ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം, കഷ്ടനഷ്ടങ്ങളായിരിക്കാം, അനർത്ഥങ്ങളായിരിക്കാം, ദുരന്തങ്ങളായിരിക്കാം, സാമ്പത്തിക പ്രയാസങ്ങളായിരിക്കാം, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്നിട്ട് പറയാണ്, എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. അതായത് നമ്മുടെ വിശ്വാസം, പ്രിയ സഹോദരങ്ങൾ, ടെസ്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ്. നമുക്കറിയാം, അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഇസഹാക്ക് വാർദ്ധക്യത്തിലുണ്ടായ കുഞ്ഞാണ് അല്ലേ. ആ ഇസഹാക്കിന് ദൈവമായ കർത്താവ് പറയാണ് അബ്രാഹത്തോട്, ഇസഹാക്കിന് നീ എനിക്കായിട്ട് മോറിയ മലയിൽ ബലിയർപ്പിക്കണം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ മക്കളെ ബലിയർപ്പിക്കാനല്ല പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ പരീക്ഷകൾ, ദൈവമേ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെയാണ് ഇതിനെ സോൾവ് ചെയ്യുക, ഇതിൻ്റെ ഒരു ട്രബിൾ ഷൂട്ടിംഗ് മെത്തേഡ് എങ്ങനെയാണ്, ചിലപ്പോൾ നമുക്ക് അറിയില്ല, ഇത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നമുക്കറിയില്ല. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിനായി കാത്തിരിക്കണം. നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്തണം. പ്രതിസന്ധിയും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ മനുഷ്യൻ വലിയൊരു പ്രലോഭനം എന്താണെന്ന് അറിയാമോ? മാനുഷിക ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ അതിനെ സോർട്ട് ചെയ്യാനായിട്ട്, നമ്മളതിനെ പരിഹരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. മാനുഷിക ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കിയാൽ, പ്രിയ സഹോദരങ്ങളെ, മിക്കവാറും തന്നെ 99.9% വലിയ പരാജയത്തിലേക്ക് അതെത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പരീക്ഷ വരുമ്പോൾ, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നമ്മുടെ നന്മയ്ക്കായി കരുതുന്ന കർത്താവ് നമ്മുടെ പരീക്ഷകളിൽ നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് ഉയർത്തുകയാണെങ്കിൽ കർത്താവ് ആ പരീക്ഷ അതിജീവിക്കാൻ വേണ്ട അഭിഷേകം നമുക്ക് നൽകും. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.